Hi, I'm THESNIMAZEEZ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കണം. കോവിഡാണ്. അധികം പുറത്തുനിന്ന് ഇറങ്ങി നടക്കേണ്ട, ആവശ്യത്തിന് മാത്രം പുറത്ത് പോവുക. എപ്പോഴും സാനിറ്റൈസർ മാസ്ക് എല്ലാം യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകും. ഇന്നത്തെ റെസിപ്പി ഒരു എഗ് കബാബ് റോൾ. അത് ഞാൻ ഉള്ളിൽ എഗ്ഗ്, പിന്നെ ഒരു പൊട്ടറ്റോ ചിക്കനൊക്കെ ചേർത്തിട്ട് മിക്സ് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ റോൾ ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള മിക്സിനെ മാത്രം എടുത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അല്ലെങ്കിൽ ഇത് റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒന്നിച്ചുണ്ടാക്കിയിട്ട് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതൊരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് ഒരു റെസിപ്പിയാണ്. അപ്പം നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, നെയ്ബേഴ്സിനൊക്കെ അയച്ചു കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, റെസിപ്പിയിലേക്ക് ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു അര കപ്പ് പോരാ, ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ, ഓയിൽ ചേർത്താലും മതി, ഞാൻ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു ഫ്ലേവറിന് കുറച്ച് മല്ലിയില ചെറുതാക്കി മുറിച്ചു, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നല്ല മയത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് മസാല ഉണ്ടാക്കാൻ ചെയ്യാം. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം, കുറച്ച് കടുക്, കുറച്ച് കറിവേപ്പില, ഒരു വലിയ സവാള ചെറുതാക്കി മുറിച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു പൊട്ടറ്റോ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. ഇതിലേക്ക് കുറച്ച് ചിക്കൻ വേവിച്ച് മിൻസ് ചെയ്തെടുത്തതാണ്. മിക്സിയിലിട്ട് ജസ്റ്റ് മിൻസ് ചെയ്തെടുത്തതാണ്. 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ ചേർക്കാം. കുറച്ച് മല്ലിയില ചെറുതാക്കി മുറിച്ചു. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് എഗ്ഗ് വെച്ച് കവർ ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല ചൂടാറിയിട്ടുണ്ട്. ഇപ്പം ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ട് 4 പുഴുങ്ങിയിട്ട് 4 കട്ട് ചെയ്തു. ഇതിനെ നമുക്ക് 4 ഡിവൈഡ് ചെയ്യാം. ഇത് കവർ ചെയ്യാം.
കുറച്ച് മൈദ തൂവാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത് എത്ര നേരിയതായിട്ട് പരത്താൻ പറ്റുന്നോ അങ്ങനെ പരത്തുക. സ്ക്വയറായിട്ട് പരത്തുക. കുറച്ച് മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് കലക്കിയിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കണം. ഇനി ഇത് ഓരോന്നായിട്ട് ടൈറ്റായിട്ട് റോൾ ചെയ്യാം. നമ്മൾ അറ്റത്ത് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തിട്ട് നാല് റോൾസ് ഉണ്ടാക്കി. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം ഇതിൻ്റെ ഈ ഔട്ടർ കവറിങ് പരത്തിയെടുക്കുമ്പം നല്ല തിന്നായിട്ട്, എത്ര നമുക്ക് തിന്നായിട്ട് പരത്താൻ പറ്റുന്ന അത്രയും തിന്നായിട്ട് വേണം പരത്താൻ. നല്ല മൊരിഞ്ഞ് റെസിപ്പി ഇഷ്ടമായാലും ഈസി, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയില്ലേ? നിങ്ങൾക്ക് വെജ് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അതിൻ്റെ ഓരോ റോളും നമ്മൾ ചുറ്റിയതുകൊണ്ട് ഉള്ളിൽ കുക്കാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നന്നായിട്ട് ആ റോളെല്ലാം നന്നായിട്ട് കുക്കായി കിട്ടും. നമ്മൾ നല്ല ഫ്ലെയിമിൽ നല്ല ചൂടിൽ എണ്ണയിലിടുക, പിന്നെ നമുക്ക് സിമ്മിലിട്ട് മീഡിയം സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പുറത്തിട്ട് ആ കളർ മാറുമ്പോഴേക്ക് ഉള്ളിൽ നന്നായിട്ടായിട്ടുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്താ പറയുക, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളവർക്കും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളവർക്കും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. കാനഡ, USA, നെതർലാൻഡ്, അയർലൻഡ്, ഓൾ ഗൾഫ് കൺട്രീസ്, അങ്ങനെ എല്ലാവർക്കും, ഇന്ത്യയിലെ എല്ലാവർക്കും ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ ശരിക്കും അറ്റൻഡ് ചെയ്തതിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറയാം. 99% ആൾക്കാർ ഇപ്പോൾ ചോക്ലേറ്റ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തവരൊക്കെ, ബ്രെഡ് ക്ലാസ് അറ്റൻഡ് ചെയ്തവർ, മഫിൻസ് ക്ലാസ്, കപ്പ് കേക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്തവരൊക്കെ സെയിലും തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും സെയിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ, താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.